ഹായ് ഹലോ. അപ്പോൾ നമ്മളുടെ സ്കോർ സർജ് സീരീസിന്റെ രണ്ടാമത്തെ പാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾ ഒന്നാമത്തെ പാർട്ട് കാണാം. ഇത് ഡിഗ്രി ലെവലിൽ പഠിക്കുന്നവർക്കും അതുപോലെ തന്നെ PSC ബിഗിനേഴ്സിനും വേണ്ടിയിട്ടുള്ള ഒരു സീരീസ് ആണ്. അതായത് നിങ്ങൾ കുറെ കാലമായിട്ട് PSC LD ലെവലിലൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുള്ളതാണെങ്കിൽ ഇത് ഭയങ്കര സില്ലി ആയിട്ട് തോന്നും, നിങ്ങൾക്ക് കുറച്ച് പുച്ഛമൊക്കെ മനസ്സിൽ വരും. പക്ഷെ ഇത് അങ്ങനെയല്ല. നമ്മളൊരു 10-25 സീരീസോട് വിട്ട് ഒരു 40 മാർക്ക് വരെ, ഒരു 40% മാർക്ക് വരെ ഉയർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സീരീസ് ആണ്. ആ നിലയ്ക്കാണ് ഇതിനെ കാണേണ്ടത്. ഓക്കെ. അപ്പോൾ നല്ല രീതിയിൽ പഠിച്ച സീനിയേഴ്സ് ഒക്കെ ആയവരാണെന്നുണ്ടെങ്കിൽ ഈ സീരീസ് നിങ്ങൾക്ക് ഉപകാരപ്പെടില്ല. പക്ഷെ ആദ്യമായിട്ട് പഠിച്ചു തുടങ്ങുന്നവർക്കും ഡിഗ്രി ലെവലിൽ കൺസെപ്റ്റ് മാത്രം നോക്കി അല്ലെങ്കിൽ ലോജിക്കലായിട്ട് പഠിച്ചവർക്കും ഉപകാരപ്പെടുന്ന ഒരു സീരീസ് ആയിരിക്കും. ഓക്കെ. അപ്പൊ നമ്മുടെ ആദ്യത്തെ ടോപ്പിക് നദികൾ, പോഷക നദികൾ എന്നതാണ്. ഓക്കെ. അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് PSC ഈ 10th ലെവൽ പരീക്ഷകളിൽ ചോദിക്കാറുണ്ട്. ഒരു ക്വസ്റ്റ്യൻ ഏതാണ്ട് ഷുവർ ആണ്. ഓക്കെ. അല്ലെങ്കിൽ ഇപ്പൊ സ്റ്റേറ്റ്മെന്റ്സിലാണെങ്കിലും ഈ പോഷക നദികളുടെ പേര് വെച്ചിട്ടൊക്കെ നിങ്ങൾക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ഇപ്പൊ കഴിഞ്ഞൊരു LGS എക്സാമിന് 2-3 സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. അതിൽ ഇബ്, ടെല്ല് എന്നിവ ഈ നദിയുടെ പോഷക നദിയാണ്, ഞാൻ ആരാണെന്ന് അറിയാമോ ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പൊ തന്നെ പോഷക നദികൾ അറിയുന്ന ഒരാൾക്ക് എന്ത് കിട്ടും? ആ ഒരു ക്വസ്റ്റ്യൻ കിട്ടും. മഹാനദിയാണെന്ന് കിട്ടും കേട്ടോ. അപ്പൊ അതുകൊണ്ട് എല്ലാ നദികളുടെ പോഷക നദികളൊന്നും വെച്ചിട്ടില്ല. നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ള പോഷക നദികൾ മാത്രം വെച്ചിട്ടുള്ളൂ. ഏറ്റവും പ്രധാനപ്പെട്ട നദികൾ മാത്രം. ഓക്കെ. അപ്പൊ നമുക്ക് തുടങ്ങാം. ഗംഗ. ഗംഗയുടെ പോഷക നദികൾ ഏതൊക്കെയാ? യമുന, അളകനന്ദ, കോസി, സോൺ, ഗോമതി, കാഖ്ര, ഗാണ്ടക്, ദാമോദർ. ഒന്നും കൂടി പറഞ്ഞേ. യമുന, 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 അളകനന്ദ, കോസി, സോൺ, ഗോമതി, ഗാഗ്ര, ഗാണ്ടക്, ദാമോദർ. ഈ ഗാഗ്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ മഴക്കാലത്ത് മാത്രം വെള്ളമുള്ള ഒരു നദിയാണ്. പൊതുവെ ഹിമാലയൻ നദികൾ എങ്ങനെയാണ്? എല്ലാ കാലത്തും ഒഴുകുന്നതാണ്. ഗാഗ്രയിൽ എങ്ങനെയാണ്? മൺസൂൺ സമയത്ത് മാത്രമേ വെള്ളം ഉണ്ടാവുള്ളൂ. ഹിമാലയ നദികൾ എല്ലാ സമയത്തും വെള്ളമുള്ളവരാണ് എന്ന് പറയാൻ കാരണം എന്താ? ഇവർ ഉത്ഭവിക്കുന്നത് നമ്മളെ പോലെ ഇങ്ങനെ നമ്മളെ കേരളത്തിലൊക്കെയുള്ള നദികളെ പോലെ മൺസൂൺ ഒന്നും അല്ലെങ്കിൽ മഴ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല. അവര് ഗ്ലേഷ്യേഴ്സിൽ നിന്നാണ് വരുന്നത്. ഓക്കെ. അപ്പൊ ഗ്ലേഷ്യേഴ്സ് അവിടെ എപ്പോഴും ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് എല്ലാ കാലത്തും ഒഴുകുന്നവരാണ്. ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഗോമതി, ഗോമതി എന്നുള്ള പേര്, ഗോമതി ഈ കൊച്ചിനെ ഗോശ്രീ എന്നും മലബാറിനെ മായും പിന്നെ അതുപോലെ തിരുവിതാംകൂറിന്റെ തീയും എടുത്ത് ഐക്യ കേരളത്തിന്റെ അർത്ഥത്തില് മകൾക്ക് പേരിട്ട ഒരു നവോത്ഥാന നായകനുണ്ട്. ആ നവോത്ഥാന നായകൻ ആരാണ് എന്നുള്ള കാര്യം നിങ്ങൾ ഈ ക്ലാസ്സിന്റെ താഴെ ഒന്ന് കമന്റ് ചെയ്തേക്കണം. ഓക്കെ. ഒറ്റ ക്വസ്റ്റ്യനേ ഉള്ളൂ. അതായത് ഐക്യ കേരളം രൂപീകരിക്കുന്നതിനേക്കാൾ മുമ്പ് ഐക്യ കേരളത്തിന്റെ അർത്ഥത്തില് സ്വന്തം മകൾക്ക് ഗോമതി എന്ന് പേരിട്ട ഒരാളുണ്ട്. അദ്ദേഹം എന്ത് ചെയ്തു? ഗോശ്രീ, കൊച്ചിനെ ഗോശ്രീ എന്ന് പറയും. അതുപോലെ മലബാറിന്റെ അമ്മ, അതുപോലെ തന്നെ തിരുവിതാംകൂറിന്റെ തീ എന്ന് ചേർത്ത് ഗോമതി എന്ന് പേരിട്ട ഒരാൾ ആരാണെന്ന് നിങ്ങൾ കമന്റ് ചെയ്യാം. ഓക്കെ. അപ്പോ ഗംഗയുടെ പോഷക നദികൾ ഏതൊക്കെയാണ്? യമുന, അളകനന്ദ, കോസി, സോൺ, ഗാഗ്ര, ഗാണ്ടക്, ദാമോദർ. യമുന, അളകനന്ദ, കോസി, സോൺ, ഗോമതി, ഗാഗ്ര, ഗാണ്ടക്, ദാമോദർ. യമുന, അളകനന്ദ, കോസി, സോൺ, ഗാഗ്ര, ഗാണ്ടക്, ദാമോദർ. ഓക്കെ. ഇത് മറക്കോ? മറക്കാൻ പാടില്ല. യമുന, അളകനന്ദ, കോസി, സോൺ, ഗോമതി, ഗാഗ്ര, ഗാണ്ടക്, ദാമോദർ. ഓക്കെ. ഇനി ബ്രഹ്മപുത്രയുടെ പോഷക നദികളാണ് ടീസ്റ്റ. ടീസ്റ്റനെ പറ്റി നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. എന്താണ്? ഏറ്റവും വേഗത്തിൽ സ്പീഡിൽ ഒഴുകുന്ന നദിയാണ് ടീസ്റ്റ എന്ന് പറയുന്നത്. ഈ ടീസ്റ്റ ആരുടെ പോഷക നദിയാണ്? ബ്രഹ്മപുത്രയുടെ പോഷക നദിയാണ്. അപ്പൊ ബ്രഹ്മപുത്രയുടെ പോഷക നദിയാണ് ടീസ്റ്റ. അപ്പൊ ബ്രഹ്മപുത്രയുടെ പോഷക നദികൾ: ബ്രഹ്മപുത്ര, ടീസ്റ്റ, മനാസ്, സുബൻസിരി, ലോഹിത്, ദിബാങ്. അപ്പൊ ബ്രഹ്മപുത്രയുടെ പോഷക നദികളാണ് ടീസ്റ്റ, മനാസ്, സുബൻസിരി, ലോഹിത്, ദിബാങ്. ടീസ്റ്റ, മനാസ്, സുബൻസിരി, ലോഹിത്, ദിബാങ്. ഓക്കെ. ഇനി മഹാനദിയുടെ പോഷക നദികളാണ് ഷിയോനാഥ്, ഇബ്, ടെല്ല്. ഇബ്, ടെല്ല് ഓർത്തു വെച്ചോളൂ. ഷിയോനാഥ്, ഇബ്, ടെല്ല്. ഈ ഷിയോനാഥിന് ഒരു ചോദ്യമുണ്ട്. ഈ ഷിയോനാഥിന്റെ ചോദ്യം എന്താണെന്ന് അറിയാമോ? ഷിയോനാഥിന്റെ ചോദ്യമാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് സ്വകാര്യവൽക്കരിക്കപ്പെട്ട നദി ഏത് എന്നുള്ള ചോദ്യം. ഇന്ത്യയിൽ ആദ്യമായിട്ട് സ്വകാര്യവൽക്കരിക്കപ്പെട്ട നദി ഏതാണ്? ഷിയോനാഥ് ആണ്. ഓക്കെ.
ഇന്ത്യയിൽ ആദ്യമായിട്ട് സ്വകാര്യവൽക്കരിക്കപ്പെട്ട നദി ഏത്? ഷിയോനാഥ്. കാവേരി, നമ്മുടെ കാവേരി. കാവേരിയുടെ പോഷക നദികൾ ഏതെല്ലാമാണ്? കബനി, ഇവിടെ ഒരു കോമയുണ്ട്, ഭവാനി, പാമ്പാർ, അർക്കാവതി. ഓക്കെ, കബനി, ഭവാനി, പാമ്പാറിനെ നമുക്കറിയാം. എന്താണ്? കേരളത്തില് കിഴക്കോട്ട് ഒഴുകുന്ന മൂന്നേ മൂന്ന് നദികളേ ഉള്ളൂ. കേരളത്തില് കിഴക്കോട്ട് ഒഴുകുന്ന മൂന്നേ മൂന്ന് നദികളേ ഉള്ളൂ. ബാക്കി 41 പേരും പടിഞ്ഞാറോട്ടാണ് ഒഴുകുന്നത്. അപ്പോ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന 41 പേരൊഴികെയുള്ള 3 നദികളാണ് കബനി, ഭവാനി, പാമ്പാർ. അത് ആരുടെ പോഷക നദിയാണ്? കാവേരിയുടെ പോഷക നദിയാണ്. ഇവര് നേരെ പോയിട്ട് കാവേരിയിൽ പതിച്ച് കാവേരിയെയാണ് പോഷിപ്പിക്കുന്നത്. അപ്പൊ കാവേരിയുടെ പോഷക നദികളാണ് കബനി, ഭവാനി, പാമ്പാർ. ഓക്കെ, അർക്കാവതി എന്നതും കാവേരിയുടെ പോഷക നദിയാണ്. ഓക്കെ, ഇനി യമുന എന്ന് പറയുന്നത് തന്നെ ഗംഗയുടെ പോഷക നദിയാണ്. പക്ഷെ യമുനയ്ക്കും സ്വന്തമായിട്ട് പോഷക നദികളുണ്ട്. എന്താണ് പോഷക നദി? പോഷക നദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ട്രിബ്യൂട്ടറി ആണ്. അതായത് പോഷിപ്പിക്കുന്നത് എന്തോ അതാണ് പോഷക നദി, അതിലേക്ക് വന്നു ചേരുന്നത്. ഇനി ഡിസ്ട്രിബ്യൂട്ടറി ഉണ്ട്. ഡിസ്ട്രിബ്യൂട്ടറിന്റെ മലയാളത്തിൽ നമ്മൾ കൈവഴികൾ എന്നൊക്കെ പറയും, അതായത് പിരിഞ്ഞു പോകുന്നത്. അപ്പോ യമുനയുടെ പോഷക നദികളാണ് ചമ്പൽ, ബേത്വ, കെന്ന്, ടോൺസ്. ചമ്പൽ, ബേത്വ, കെന്ന്, ടോൺസ്. ചമ്പൽ, ബേത്വ, കെൻ, ടോൺസ്. ചമ്പൽ, ബേത്വ, കെൻ, ടോൺസ്. ഓക്കെ അല്ലേ? ഗോദാവരിയുടെ പോഷക നദികളാണ് ഇന്ദ്രാവതി, മഞ്ചീര, പെൻഗംഗ, ശബരി, വർധ. ഇന്ദ്രാവതി, മഞ്ചീര, പെൻഗംഗ, ശബരി, വർധ. ഇന്ദ്രാവതി, മഞ്ചീര, പെൻഗംഗ, ശബരി, വർധ. ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഇന്ത്യയിൽ ആകപ്പാടെ ഒരു നദിക്ക് മാത്രം പുരുഷ നാമമുള്ളൂ. അത് ബ്രഹ്മപുത്രയ്ക്കാണ് കേട്ടോ. ബ്രഹ്മപുത്രയ്ക്കാണ്. ഇന്ത്യയിൽ പുരുഷ നാമമുള്ള ഒരു നദി ഏത് എന്നുള്ള ചോദ്യത്തിന് ബ്രഹ്മപുത്ര എന്നാണ് ഉത്തരം. ബ്രഹ്മപുത്ര എന്നാണ് ഉത്തരം കേട്ടോ. അപ്പൊ യമുന യമുനയുടേത് എന്തൊക്കെയാണ്? ചമ്പൽ, ബേത്വ, കെന്ന്, ടോൺസ് കേട്ടോ. ചമ്പൽ, ബേത്വ, കെന്ന്, ടോൺസ്. ഗോദാവരിയുടേത് ഇന്ദ്രാവതി, മഞ്ചീര, പെൻഗംഗ, ശബരി, വർധ. ഇന്ദ്രാവതി, മഞ്ചീര, പെൻഗംഗ, ശബരി, വർധ. കൃഷ്ണയുടെ പോഷക നദികൾ ഏതൊക്കെയാണ്? കൃഷ്ണയുടെ പോഷക നദികളാണ് ഭീമ, തുംഗഭദ്ര, മുസി, കൊയ്ന, മാലപ്രഭ. ഓക്കെ, ഭീമ, തുംഗഭദ്ര, മുസി, കൊയ്ന, മാലപ്രഭ എന്നിവ കൃഷ്ണയുടെ പോഷക നദികളാണ്. അപ്പൊ കൃഷ്ണയുടെ പോഷക നദികൾ ഏതൊക്കെയാണ്? ഭീമ, തുംഗഭദ്ര, മുസി, കൊയ്ന, മാലപ്രഭ. ഭീമ, തുംഗഭദ്ര, മുസി, കൊയ്ന, മാലപ്രഭ. ഓക്കെ, ഭീമ, തുംഗഭദ്ര, മുസി, കൊയ്ന, മാലപ്രഭ. ഓക്കെ, കിട്ടിയോ നിങ്ങക്ക്? ഇനി നർമ്മദ എന്ന് പറഞ്ഞാൽ നർമ്മദയ്ക്ക് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഭ്രംശ താഴ്വരകളിലൂടെ ഒഴുകുന്ന നദി ഏത് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഏതാണത്? നർമ്മദയാണ്. താവ, ഹിരൺ, ഷേർ, ബഞ്ചൻ എന്നിവ നർമ്മദയുടെ പോഷക നദികളാണ്. താവ, ഹിരൺ, ഷേർ, ബഞ്ചൻ. താവ, ഹിരൺ, ഷേർ, ബഞ്ചൻ നർമ്മദയുടെ പോഷക നദികളാണ്. നർമ്മദ, താവ, ഹിരൺ, ഷേർ, ബഞ്ചൻ കേട്ടോ. താവ, ഹിരൺ, ഷേർ, ബഞ്ചൻ. ഓക്കെ, ഇനി അടുത്തത് ഉദ്യോഗാർത്ഥികളെ ഒന്ന് വലയ്ക്കുന്ന സാധനമാണ് എന്ത്? നമ്മുടെ ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രധാന സമ്മേളനങ്ങൾ. നിങ്ങൾ കുറച്ച് നന്നായിട്ട് പഠിച്ചു പോയി കഴിഞ്ഞപ്പോൾ നമ്മൾ ഈ LDCയുടെ ഒക്കെ പഠിത്തം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ 1 കൊല്ലത്തോളം ഒക്കെ ഉള്ള പഠനമാണ്. അപ്പൊ നമ്മളൊരു 2-3 പ്രാവശ്യം റിവിഷൻ ചെയ്ത് പോകുന്ന സാധനമായിരിക്കും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട സമ്മേളനങ്ങളുടെ വർഷമൊക്കെ പറയാൻ പറ്റും. അപ്പൊ ആദ്യമായിട്ട് പഠിച്ചു തുടങ്ങുന്ന ഒരാൾക്ക് അത്ര റിവിഷൻ ചെയ്യാനുള്ള സമയമൊന്നും നമ്മുടെ 10th പ്രിലിംസ് പരീക്ഷ വരെ ഇല്ല. അപ്പൊ ഇത്രയെങ്കിലും പഠിച്ചു വെക്കാം. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയത് മാത്രം വെച്ചിട്ടുള്ളൂ കേട്ടോ. INC സമ്മേളനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വേദിയായ നഗരം ഏതാണെന്ന് അറിയാമോ? ഏറ്റവും കൂടുതൽ വേദിയായ നഗരമാണ് കൊൽക്കത്ത. ഓക്കെ, INC സമ്മേളനത്തിന്, അത് സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള കാര്യമാണ്. സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഏറ്റവും കൂടുതൽ INC സമ്മേളനങ്ങൾക്ക് വേദിയായ നഗരം ഏത്? കൊൽക്കത്തയാണ്. ആദ്യ സമ്മേളനം നടന്നത് ബോംബെയിലാണ് 1885. അധ്യക്ഷൻ WC ബാനർജി ആയിരുന്നു. അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ,
ബോംബെയിൽ നടത്താനാണോ അവർ മുമ്പ് തീരുമാനിച്ചിരുന്നത്? അല്ല, പൂനെയിൽ നടത്താനായിരുന്നു തീരുമാനിച്ചിരുന്നത്. പ്ലേഗ് മൂലമാണ് ബോംബെയിലേക്ക് നടത്തിയത്. ബോംബെയിൽ തന്നെ ഗോകുൽദാസ് തേജ്പാൽ കോളേജിലായിരുന്നു സമ്മേളനം. 72 പേരാണ് അറ്റൻഡ് ചെയ്തിരുന്നത്. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് ഏതൊരു റാങ്ക് ഫയലിൽ നിന്നും കിട്ടുന്ന കാര്യങ്ങളാണ്. ഓക്കെ, INC പ്രസിഡന്റ് ആയ ആദ്യ വിദേശി ജോർജ് യൂൾ ആണ്. ഓക്കെ, ജോർജ് യൂൾ ആണ് INC പ്രസിഡന്റ് ആയ ആദ്യ വിദേശി. 1888 INC പ്രസിഡന്റ് ആയ ആദ്യ വിദേശി ആര്? ജോർജ് യൂൾ. ഓക്കെ, ജോർജ് യൂൾ ആണ് INC പ്രസിഡന്റ് ആയ ആദ്യ വിദേശി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസില് ഈ കോൺഗ്രസ് എന്ന് പറഞ്ഞ പദം ചേർത്തത് ആരാണെന്ന് അറിയാമോ? കോൺഗ്രസ് എന്ന പദം നിർദ്ദേശിച്ചത് ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്ന ദാദാഭായ് നവറോജിയാണ്. അപ്പൊ ദാദാഭായ് നവറോജിനെ പറ്റി വേറൊരു ക്വസ്റ്റ്യൻ പറയാലോ. ദാദാഭായ് നവറോജിയാണ് ഇന്ത്യയുടെ വന്ധ്യവയോധികൻ. അതുപോലെ ദാദാഭായ് നവറോജി കൊണ്ടുവന്നിട്ടുള്ള സിദ്ധാന്തമാണ് ചോർച്ചാ സിദ്ധാന്തം. വേറെന്താണ്? ദാദാഭായ് നവറോജിയാണ് സ്വരാജ് എന്ന പദം നമുക്ക് സംഭാവന സ്വരാജ് എന്ന മുദ്രാവാക്യം ഉയർത്തിയ INC സമ്മേളനത്തിൽ ദാദാഭായ് നവറോജി ആയിരുന്നു പ്രസിഡന്റ്. അതുപോലെ തന്നെ ഏറ്റവും കൂടിയ പ്രായത്തിൽ കോൺഗ്രസ് അധ്യക്ഷനാവുന്ന ദാദാഭായ് നവറോജിയൊക്കെയാണ്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇത് നോക്ക്, നാഷണൽ എന്നുള്ള പദം കോൺഗ്രസിന് ചേർത്തത് ഏത് സമ്മേളനത്തിലാണെന്ന് അറിയാമോ? 1891 1891 സമ്മേളനത്തിലാണ് നാഷണൽ എന്ന പദം ചേർത്തത്. ഇന്ത്യൻ കോൺഗ്രസ് എന്നുള്ളത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് അറിയപ്പെടാൻ തുടങ്ങി. ഈ 1891 മറ്റൊരു ഇതും കൂടി ഉണ്ട്. എന്താണെന്നറിയാമോ? മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ട്. ഒരു ദക്ഷിണേന്ത്യക്കാരനായ പ്രസിഡന്റ് വരുന്നത് ആദ്യമായിട്ടാണ്. ഓക്കെ, ദക്ഷിണേന്ത്യക്കാരനായ P. അനന്ത ചാർലു ആദ്യമായിട്ട് വരികയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിട്ട്. അത്രയും കാലം നോർത്ത് ഇന്ത്യക്കാരാണ്. ദക്ഷിണേന്ത്യക്കാരനായ P. അനന്ത ചാർലു പ്രസിഡന്റ് ആയ സമ്മേളനമായിരുന്നു 1891. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? 1896 അതെന്താ സംഭവം എന്നറിയാമോ? വന്ദേ മാതരം ആലപിച്ച കോൺഗ്രസ് സമ്മേളനമാണ്. വന്ദേ മാതരം ആലപിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ്? 1896. 1896 എന്ത് സംഭവിച്ചു? വന്ദേ മാതരം ആദ്യമായി ആലപിച്ചു. ഈ വന്ദേ മാതരം ഉണ്ടല്ലോ, വന്ദേ മാതരം ആലപിച്ചത് ആരാന്നറിയാമോ? ഒരു വളരെ പ്രധാനപ്പെട്ട വ്യക്തിയാണ്. രവീന്ദ്രനാഥ ടാഗോർ ആണ്. രവീന്ദ്രനാഥ ടാഗോർ ആണ് 1896 വന്ദേ മാതരം കോൺഗ്രസ് സമ്മേളനത്തിൽ ആലപിച്ചത്. അപ്പോഴത്തെ പ്രസിഡന്റ് ആരായിരുന്നു? റഹ്മത്തുള്ള സയാനി. റഹ്മത്തുള്ള സയാനി ആയിരുന്നു അപ്പോഴത്തെ പ്രസിഡന്റ്. ഇനി വേറൊരു കാര്യം ചോദിക്കട്ടെ, ഈ വന്ദേ മാതരം എന്ന് പറയുന്നത് ഏത് പുസ്തകത്തിൽ നിന്ന് എടുത്തതാണെന്ന് അറിയാമോ? നമ്മുടെ പ്രിയപ്പെട്ട ബങ്കിം ചന്ദ്ര ചാറ്റർജി എഴുതിയ ഏത് പുസ്തകമാണ്? ആനന്ദമഠം എന്ന പുസ്തകമാണ്. അപ്പൊ ആനന്ദമഠം എന്ന പുസ്തകത്തിൽ നിന്നും വന്ദേ മാതരം എന്ന ഒരു ഗീതം എടുത്ത് 1896 കോൺഗ്രസ് സമ്മേളനത്തിൽ ആലപിച്ചു. ഇത് കൊൽക്കട്ടയിൽ നടന്ന ഒരു കോൺഗ്രസ് സമ്മേളനം ആയിരുന്നു. അപ്പോഴത്തെ അധ്യക്ഷൻ എന്ന് പറയുന്നത് റഹ്മത്തുള്ള സയാനി ആയിരുന്നു. ഓക്കെ, ഇനി ഒരു ഇന്ത്യക്കാരനല്ല, ഒരു മലയാളി INCയുടെ അധ്യക്ഷനായിട്ട് ആദ്യമായിട്ട് വരുന്നത് എപ്പോഴാണെന്ന് അറിയാമോ? 1897 1897 അമരാവതിയിൽ വെച്ച് നടന്ന ഒരു സമ്മേളനത്തില് ചേറ്റൂർ ശങ്കരൻ നായർ അധ്യക്ഷനായിട്ട് വരുന്നു. ചേറ്റൂർ ശങ്കരൻ നായർ 1897 അമരാവതിയിൽ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തില് അധ്യക്ഷനായി വരുന്നു. ഈ ചേറ്റൂർ ശങ്കരൻ നായർ എഴുതിയിട്ടുള്ള ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിന്റെ പേരെന്താണെന്നറിയാമോ? ഗാന്ധി ആൻഡ് അനാർക്കി. ഗാന്ധി ആൻഡ് അനാർക്കി എന്ന് പറഞ്ഞ പുസ്തകം എഴുതിയത് ചേറ്റൂർ ശങ്കരൻ നായരാണ്. 1905 ആദ്യമായി സ്വദേശി മുദ്രാവാക്യത്തെ ഉയർത്തിയ സമ്മേളനം ഏതാണെന്ന് അറിയാമോ? ബനാറസിൽ നടന്ന ഗോപാലകൃഷ്ണ ഗോഖലെ അധ്യക്ഷനായ സമ്മേളനത്തിലായിരുന്നു. അതായത് ഈ 1905 എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ബംഗാള് വിഭജിച്ച സമയമായിരുന്നു അല്ലെ? ബംഗാള് വിഭജിച്ച സമയമായിരുന്നു. അപ്പോഴാണ് വരുന്നത്, സ്വദേശി പ്രസ്ഥാനം വരുന്നത്. എന്താണ് സ്വദേശി പ്രസ്ഥാനം? നമ്മൾ തന്നെ ഉണ്ടാക്കിയ സാധനങ്ങൾ ഉപയോഗിക്കുള്ളൂ, വിദേശ വസ്ത്രങ്ങൾ ഉപയോഗിക്കില്ല, ചർക്കയിൽ നൂറ്റ വസ്ത്രവും നമ്മുടെ സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഉണ്ടാവുള്ളൂ എന്ന് തീരുമാനിച്ചു. ഓക്കെ, അപ്പൊ സ്വദേശി മുദ്രാവാക്യത്തെ ഉയർത്തിയ സമ്മേളനം ഏതാണ്? ബനാറസ് സമ്മേളനമാണ്.
ആരായിരുന്നു അധ്യക്ഷൻ? ആരായിരുന്നു അധ്യക്ഷൻ? ഗോപാലകൃഷ്ണ ഗോഖലെ ആയിരുന്നു അധ്യക്ഷൻ. അധ്വാനിക്കുന്നവരുടെ രാജകുമാരൻ എന്ന് ഗാന്ധി വിളിച്ചിട്ടുള്ള ഗോപാലകൃഷ്ണ ഗോഖലെ ആയിരുന്നു അധ്യക്ഷൻ. 1906 എന്താ സംഭവിച്ചത്? 1906 സ്വരാജ് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിക്കപ്പെട്ടു. സ്വരാജ് എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ നമ്മളെ ഭരിക്കുക. ഓക്കെ, അപ്പൊ ആരാണ് ഭരിക്കുന്നത്? ബ്രിട്ടീഷുകാരാണ് ഭരിക്കുന്നത്. അങ്ങനെ അല്ലാതെ സ്വരാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ച സമ്മേളനം ഏതാണ്? അത് കൊൽക്കത്ത സമ്മേളനമാണ്. ദാദാഭായ് നവറോജി ആയിരുന്നു അപ്പോഴത്തെ അധ്യക്ഷൻ. 1907 ഒരു സംഭവം ഉണ്ടായി. മിതവാദികളും തീവ്രവാദികളും എന്ത് സംഭവിച്ചു? ജഗഡായി അവർ തല്ലിപ്പിരിഞ്ഞു. ഓക്കെ, അതിനെയാണ് സൂററ്റ് സ്പ്ലിറ്റ് എന്ന് പറയുന്നത്. റാഷ് ബിഹാരി ബോസ് അല്ല, റാഷ് ബിഹാരി ഘോഷ് ആണ്. അത് ഞാൻ നിങ്ങൾക്ക് PDF തിരുത്തിയിട്ട് തരാട്ടോ. റാഷ് ബിഹാരി ബോസ് അല്ല, റാഷ് ബിഹാരി ഘോഷ് ആണ്. റാഷ് ബിഹാരി ഘോഷ് ആണ്. ഘോഷ് കേട്ടോ. ബോസ് വേറെ ആളാണ്, വേറൊരു കിഴലാണ്. ബോസ് ഘോഷാണ്. റാഷ് ബിഹാരി ഘോഷാണ് പ്രസിഡന്റ് ആയിരുന്നത് കേട്ടോ. റാഷ് ബിഹാരി ഘോഷാണ് പ്രസിഡന്റ് ആയിരുന്നത്. Then തൊട്ടടുത്ത ഇവിടെ ഞാൻ ശരിയാക്കി എഴുതിയിട്ടുണ്ട്. തൊട്ടടുത്ത സമ്മേളനങ്ങളിൽ അധ്യക്ഷനായതും റാഷ് ബിഹാരി ഘോഷാണ്. തൊട്ടടുത്ത വർഷവും 1908 റാഷ് ബിഹാരി ഘോഷ് തന്നെയായിരുന്നു സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത്. 1911 ജനഗണമന ആദ്യമായി ആലപിച്ച സമ്മേളനം ഏത്? 1911 ജനഗണമന ആദ്യമായി ആലപിച്ച സമ്മേളനം. അധ്യക്ഷൻ ആരായിരുന്നു? BN ദർ ആയിരുന്നു. നമ്മുടെ സരളാദേവി ചൗധരി എന്ന് പറഞ്ഞൊരു ലേഡിയാണ് ജനഗണമന ആലപിച്ചത്. ഓക്കെ, അപ്പൊ ജനഗണമന എന്ന ഗീതം, ജനഗണമന എന്ന ഗാനം 1911 ആലപിക്കപ്പെടുന്നു. അപ്പൊ BN ദർ ആയിരുന്നു അധ്യക്ഷൻ. സരളാദേവി ചൗധരിയാണ് അത് ആലപിച്ചത്. എഴുതിയത് ആരാണ്? നമ്മുടെ രവീന്ദ്രനാഥ ടാഗോർ ആണ്. 1912 പ്രത്യേകത എന്താണ്? ജവഹർലാൽ നെഹ്റു ആദ്യമായി പങ്കെടുത്ത സമ്മേളനം. ജവഹർലാൽ നെഹ്റു ആദ്യമായി പങ്കെടുത്ത സമ്മേളനമാണ് എന്ത്? ബങ്കിപ്പൂർ സമ്മേളനം 1912. ഓക്കെ, 1916 ലക്നൗ സമ്മേളനം ഒരു അടിപൊളി സമ്മേളനമായിരുന്നു. ഇതിലൊരു എല്ലാവരും തമ്മിൽ കൂട്ടിമുട്ടുന്ന ഒരു സമ്മേളനമാണ് 1916 ലക്നൗ സമ്മേളനം. ഗാന്ധിയും നെഹ്റുവും കൂട്ടിമുട്ടി. നമ്മുടെ ഇന്ത്യ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളായ രണ്ടുപേരാണ് അല്ലെ. രണ്ടുപേരും തമ്മിൽ കണ്ടുമുട്ടി. മിതവാദികളും തീവ്രവാദികളും, നമ്മുടെ സൂററ്റ് സ്പ്ലിറ്റിന്റെ നേരത്തെ അടിച്ചു പിരിഞ്ഞ ആൾക്കാരില്ലേ, അവര് ഒരുമിച്ചു, സംയോജിച്ചു. പിന്നെ ലീഗ് കോൺഗ്രസ് ഉടമ്പടി ഉണ്ടായി. ഗാന്ധി നെഹ്റുവും കണ്ടുമുട്ടി. മിതവാദി തീവ്രവാദി സംയോജനം നടന്നു. ലീഗ് കോൺഗ്രസ് ഉടമ്പടി ഉണ്ടായി. അപ്പൊ 1916 ലക്നൌവില് ആരായിരുന്നു അധ്യക്ഷൻ? AC മജുംദാർ ആയിരുന്നു അധ്യക്ഷൻ. നെഹ്റുവും ഗാന്ധിയും കണ്ടുമുട്ടി. മിതവാദികളും തീവ്രവാദികളും സംയോജിച്ചു. ലീഗ് കോൺഗ്രസ് ഉടമ്പടി ഉണ്ടായി. അടുത്തത് 1917 INC-യുടെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് വരികയാണ്. ആരാണ് ആ വനിതാ പ്രസിഡന്റ്? ആനി ബെസന്റ് ആണ്. ഓക്കെ, ആനി ബെസന്റ് ആണ് INC-യുടെ ആദ്യ വനിതാ പ്രസിഡന്റ്. കൊൽക്കട്ടയിലായിരുന്നു കേട്ടോ. കൊൽക്കട്ടയിലായിരുന്നു ആ ഒരു സമ്മേളനം നടന്നത്. INC-യുടെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആനി ബെസന്റ് ആണ്. അവരൊരു വിദേശ വനിതയായിരുന്നു. ഓക്കെ, അപ്പൊ INC-യുടെ പ്രസിഡന്റ് ആയിട്ടുള്ള ആദ്യത്തെ വിദേശ വനിത ആരാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? അത് ആനി ബെസന്റ് ആണെന്ന് പറയും. രണ്ടാമത്തെ വിദേശ വനിത ആരാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? നെല്ലിസൺ ഗുപ്ത എന്ന് പറയണം കേട്ടോ. സരോജിനി നായിഡു എന്നൊന്നും പറഞ്ഞേക്കരുത്. സരോജിനി നായിഡു ഇന്ത്യക്കാരിയായിരുന്നു. ഇനി രണ്ട് സമ്മേളനം 1920 രണ്ട് സമ്മേളനം നടന്നിട്ടുണ്ട്. ഒന്ന് ഒരു പ്രത്യേക സമ്മേളനവും രണ്ട് സ്ഥിരമായിട്ട് നടക്കുന്ന സമ്മേളനവും. 1920 കൊൽക്കട്ടയിൽ നടന്ന സമ്മേളനത്തിൽ ലാലാ ലജ്പത് റായ് ആണ് ആരായിരുന്നത്? ലാലാ ലജ്പത് റായ് ആണ് നമ്മുടെ അധ്യക്ഷനായിരുന്നത്. അപ്പൊ നിസ്സഹരണ പ്രസ്ഥാനത്തിന്റെ പ്രമേയം നമ്മുടെ ഗാന്ധി അവതരിപ്പിച്ചു. 1920 നിസ്സഹരണ പ്രസ്ഥാനത്തിനെ പറ്റി അംഗീകരിച്ചത്, നമുക്ക് നടത്താമെന്ന് അംഗീകരിച്ച സമ്മേളനം നാഗ്പൂരിൽ നടന്ന ഒരു പ്രത്യേക സമ്മേളനമായിരുന്നു. അധ്യക്ഷൻ വിജയരാഘവാചാര്യ ആയിരുന്നു. ഓക്കെ, അത് കഴിഞ്ഞ് 1922 ഒരു സമ്മേളനം നടക്കുന്നുണ്ട്. 1922 ഗയാ സമ്മേളനം നടക്കുന്നത്. ഈ ഗയാ സമ്മേളനത്തിൽ വെച്ചിട്ട് കുറെ പേര് തല്ലി പിരിഞ്ഞു പോയിട്ട് എന്തുണ്ടാക്കി? സ്വരാജ് പാർട്ടി ഉണ്ടാക്കി. അന്ന് തല്ലുണ്ടാക്കി പോയി സ്വരാജ് പാർട്ടി ഉണ്ടാക്കിയത് ആരൊക്കെയാണെന്ന് അറിയാമോ? നമ്മുടെ ജവഹർലാൽ നെഹ്റുവിന്റെ ഡേഡി
മോത്തിലാൽ നെഹ്റുവും CR ദാസുമാണ് സ്വരാജ് പാർട്ടി ഉണ്ടാക്കിയത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മുടെ നിസ്സഹകരണ പ്രസ്ഥാനത്തിന് ഒരു അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ടായി അല്ലെ. ചൗരി ചൗര എന്ന് പറഞ്ഞ ഒരു പ്രശ്നം ഉണ്ടായി. ആളുകളും പോലീസും തമ്മിൽ ഏറ്റുമുട്ടി. എന്നിട്ട് എന്തായി, പോലീസ് സ്റ്റേഷനൊക്കെ അവർ തീ ഇട്ടു. പിന്നെ അങ്ങനെ അതും പറഞ്ഞിട്ട് എന്തുണ്ടായി, നമ്മുടെ ഗാന്ധി നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കുകയൊക്കെ ചെയ്തു. ഓക്കെ, അപ്പൊ അതില് വിമർശനം കൊണ്ടാണ് മോത്തിലാൽ നെഹ്റു, CR ദാസ് ഒക്കെ പോയിട്ട് സ്വരാജ് പാർട്ടി ഉണ്ടാക്കിയത്. സ്വരാജ് പാർട്ടിയുടെ ഉദ്ദേശം എന്തായിരുന്നു, അവിടെ പ്രാദേശിക ഇലക്ഷനിലൊക്കെ മത്സരിക്കുക എന്നുള്ളതൊക്കെ ആയിരുന്നു. അപ്പൊ സ്വരാജ് പാർട്ടി ഉണ്ടാവാനായിട്ട് കാരണമായിട്ടുള്ള ആ ഒരു സമ്മേളനം എന്ന് പറയുന്നത് 1922 ഗയാ സമ്മേളനമാണ് കേട്ടോ. ദെൻ 1924 ബൽഗാം സമ്മേളനം. ബൽഗാം സമ്മേളനത്തില് ഗാന്ധി അധ്യക്ഷനായിട്ട് വരികയാണ്. ഓക്കെ, അപ്പൊ ബൽഗാം സമ്മേളനം ഓർത്തിരിക്കുക. എന്തുകൊണ്ടാണ് അത് ഇമ്പോർട്ടന്റ്? ബൽഗാം സമ്മേളനത്തില് ആരായിരുന്നു അധ്യക്ഷൻ? ഗാന്ധി ആയിരുന്നു അധ്യക്ഷൻ. 1925 സരോജിനി നായിഡു നമ്മുടെ രണ്ടാമത്തെ വനിതാ പ്രസിഡന്റ് ആവുകയാണ്. അതുപോലെ തന്നെ ആദ്യത്തെ ഇന്ത്യൻ വനിതയും കേട്ടോ. ആദ്യത്തെ ഇന്ത്യൻ വനിതയും രണ്ടാമത്തെ വനിതയും. ഓക്കെ, ഇനി 1929 വളരെ പ്രധാന 1929 സമ്മേളനം എന്ന് പറയുന്നത് PSCക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സമ്മേളനമാണ്. ലാഹോറിലാണ് നടക്കുന്നത്. ജവഹർലാൽ നെഹ്റു ആയിരുന്നു അധ്യക്ഷൻ. ഇവിടെയാണ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം വരുന്നത്. അപ്പൊ ഇതൊരു കൺഫ്യൂസിങ് ഫാക്ട് ആയി. സ്വരാജ് എന്ന് പറഞ്ഞത് ഏതിലാണ്? 1906 നമ്മുടെ ദാദാഭായ് നവറോജി ആയിരുന്ന സമയത്തുള്ള പ്രഖ്യാപനമായിരുന്നു. പൂർണ്ണ സ്വരാജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് ബ്രിട്ടീഷുകാരോട് പോകാൻ പറയാണ്. അപ്പൊ പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം നടന്നത് 1929 ലാഹോർ പ്രഖ്യാപനം. അപ്പൊ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. ഡിസംബർ 31 നെഹ്റു രവി നദിക്കരയിൽ എന്ത് ചെയ്തു? ത്രിവർണ പതാക ഉയർത്തി. അതുപോലെ തന്നെ ജനുവരി 26 സ്വാതന്ത്ര്യ ദിനം ആചരിക്കാനായിട്ട് തീരുമാനിക്കുകയും ചെയ്തു. ഈ ഓർമ്മയ്ക്കാണ് നമ്മളിപ്പോ റിപ്പബ്ലിക് ദിനം 1926 ആചരിക്കുന്നത്. ഓക്കെ, ഇനി 1931 അതും പ്രധാനപ്പെട്ടതാണ്. 1931 എന്തുകൊണ്ടാണ് പ്രധാനപ്പെട്ടത്? മൗലികാവകാശ നയങ്ങൾ അവതരിപ്പിച്ചു. ആരായിരുന്നു പ്രസിഡന്റ്? സർദാർ വല്ലഭായ് പട്ടേൽ ആയിരുന്നു. കറാച്ചിയിലായിരുന്നു ഈ പറഞ്ഞ സമ്മേളനം നടന്നത്. 1931 കറാച്ചിയിലായിരുന്ന സമ്മേളനം. സർദാർ വല്ലഭായ് പട്ടേല് മൗലികാവകാശ നയങ്ങൾ അവതരിപ്പിച്ചു. 1933 മൂന്നാമത്തെ വനിത വരെയാണ്. ഇവരൊരു വിദേശ വനിതയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ 1933 കൊൽക്കട്ട നെൽസൺ ഗുപ്ത ആരാവുന്നു? അധ്യക്ഷയാവുന്നു 1933. അപ്പൊ 1917 ആര്? ആനി ബെസന്റ്. 1925 നമ്മുടെ സരോജിനി നായിഡു ഇന്ത്യയുടെ വാനമ്പാടി. 1933 ആരാണ്? നെൽസൺ ഗുപ്ത. ഓക്കെ, 1938 നമ്മുടെ കിടിലം ആര്? ഹരിപുര സമ്മേളനം. സുഭാഷ് ചന്ദ്രബോസ് 1938 ഹരിപുര സമ്മേളനത്തിൽ വരികയാണ്. അത് കഴിഞ്ഞ് തൊട്ടടുത്ത വർഷം എന്താണ്? ത്രിപുരി സമ്മേളനം നടക്കുകയാണ് 1939. തിരഞ്ഞെടുപ്പ് നടന്ന വർഷമാണ്. ആരുമായിട്ടാണ് സുഭാഷ് ചന്ദ്രബോസ് മത്സരിച്ചത്? നമ്മുടെ പട്ടാഭി സീതാരാമയ്യ ആയിട്ടാണ്. ആരുടെ സ്ഥാനാർത്ഥിയായിരുന്നു? ഗാന്ധിയുടെ സ്ഥാനാർത്ഥിയായിരുന്നു കേട്ടോ. അപ്പൊ 1939 ത്രിപുരി ആദ്യമായിട്ട് തിരഞ്ഞെടുപ്പ് നടന്ന വർഷമാണ്. സുഭാഷ് ചന്ദ്രബോസ് ആയിരുന്നു അപ്പോഴത്തെ അധ്യക്ഷനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. പിന്നെ കുറെ കാലത്തേക്ക് മൗലാന അബുൽ കലാം ആസാദ് ആണ് കേട്ടോ. 1942 മുതൽ 1946 വരെ. ഇത്രയുമാണ് നമുക്ക് അത്യാവശ്യം ഓർത്തിരിക്കേണ്ട ആൾക്കാര് കേട്ടോ. ഇത്രയും നമ്മൾ അത്യാവശ്യമായിട്ട് ഓർത്തിരിക്കേണ്ട സമ്മേളനങ്ങളാണ്. ഇത്രയെങ്കിലും പഠിച്ചിട്ട് നിങ്ങൾ പോവുക. ബിഗിനേഴ്സ് ആണെങ്കിൽ ഉറപ്പായിട്ടും പഠിച്ചിട്ട് പോവാം. അപ്പൊ ഇതിൽ നിന്ന് ഒരു മാർക്ക് നിങ്ങൾക്ക് എന്തായാലും കിട്ടും. മനസ്സിലായോ? ഇനി നമുക്ക് മൗലിക അവകാശങ്ങൾ നോക്കാം. ഇത് ഡിഗ്രി ലെവൽ ക്ലാസ് അല്ല, ഈവൻ ഇതൊരു പ്രോപ്പർ ക്ലാസ് പോലും അല്ല. അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ മാത്രം പഠിപ്പിക്കുന്നു. അതായത് നിങ്ങളുടെ മാർക്ക് പെർസെൻറ്റേജ്, ഒന്നും പഠിക്കാത്തവർക്ക് മാർക്ക് പെർസെൻറ്റേജ് കുറച്ച് കൂട്ടാൻ വേണ്ടി മാത്രമുള്ള ക്ലാസ് ആണ്. ഓക്കെ, അപ്പൊ മൗലിക അവകാശങ്ങൾ എത്ര എണ്ണം ഉണ്ടെന്ന് അറിയാമോ? മൗലിക അവകാശങ്ങൾ നമുക്ക് 6 എണ്ണാണ് ഇപ്പൊ ഉള്ളത്. പക്ഷെ 12 മുതൽ 35 വരെ നമ്മൾ മൗലിക അവകാശം പറ്റിയാണ് പ്രതിപാദിക്കുന്നതെന്ന് പറയാം. എന്താണ് കാരണം? ആർട്ടിക്കിൾ 12 സ്റ്റേറ്റിനെ നിർവചിക്കുന്നുണ്ട്. എന്താണ് സ്റ്റേറ്റ്? ആരാണ് സ്റ്റേറ്റ്? ഈ മൗലിക അവകാശങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ പ്രശ്നം വന്നു കഴിഞ്ഞാൽ സ്റ്റേറ്റ് അത് നടത്തി കൊടുക്കണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ആരാണ് സ്റ്റേറ്റ് എന്ന് നമുക്ക് പറഞ്ഞു തരണ്ടേ? അപ്പൊ സ്റ്റേറ്റ് എന്താണ് എന്ന് നിർവചിക്കുന്നത് 12ാമത്തെ ആർട്ടിക്കിളിലാണ്.
13ാമത്തെ ആർട്ടിക്കിളിൽ പറയുന്നത് ജുഡീഷ്യൽ റിവ്യൂവിനെ പറ്റിയിട്ടാണ്. അതായത് ഈ മൗലിക അവകാശങ്ങൾ ഉണ്ടല്ലോ, ഫണ്ടമെന്റൽ റൈറ്റ്സ്, അതുമായിട്ട് ബന്ധമില്ലാത്ത എന്തെങ്കിലും തരത്തിലുള്ള നിയമം ഒരു ലെജിസ്ലേച്ചർ ഉണ്ടാക്കുകയാണെങ്കിൽ കോർട്ടിന് പരിശോധിച്ച് അത് ഒഴിവാക്കാം എന്ന് പറയുന്നതാണ് 13 ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയും. അപ്പൊ 12 സ്റ്റേറ്റിനെ നിർവചിക്കുന്നു, 13 എന്താണ് ജുഡീഷ്യൽ റിവ്യൂവിനെ പറ്റി പറയുന്നു. ഇനി എന്താണ് 14 മുതൽ 18 വരെ സമത്വത്തിനുള്ള അവകാശമാണ്. എന്താണ് 14 മുതൽ 18 വരെ എന്തിനുള്ള അവകാശമാണ്? സമത്വത്തിനുള്ള അവകാശമാണ്. സമത്വത്തിനുള്ള അവകാശമാണ് 14 മുതൽ 18 വരെ. പിന്നെ 19 മുതൽ 22 വരെ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ് കേട്ടോ. 19 മുതൽ 22 വരെ എന്താണ്? സ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങൾ. ചൂഷണങ്ങൾക്കെതിരെയുള്ള അവകാശങ്ങളോ 23 മുതൽ 24 വരെ ചൂഷണത്തിനെതിരെയുള്ള അവകാശങ്ങൾ. 23 മുതൽ 24 വരെയാണ് ചൂഷണത്തിന് എതിരെയുള്ള അവകാശം. സി, നിങ്ങൾക്ക് ഡയമണ്ട് മാത്സിൽ അതുപോലെ തന്നെ ഇന്റൻസീവ് കോഴ്സിലും ഇതിന്റെയൊക്കെ ഡീറ്റെയിൽഡ് ക്ലാസ് കിട്ടി കാണും, അല്ലെങ്കിൽ ഇനി കിട്ടും. ഓക്കെ, ഇത് ജസ്റ്റ് മാർക്ക് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി മാത്രമുള്ള ക്ലാസ് ആണ്. വീണ്ടും പറയാണ്, എന്താണ് മിസ് ഇതിന്റെ ഇടയിലുള്ള കാര്യങ്ങളൊന്നും പറയാത്തതൊന്നും ആലോചിച്ചേക്കരുത് കേട്ടോ. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എവിടെയാണ്? 25 മുതൽ 28 വരെയാണ്. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 25 മുതൽ 28 വരെ. 5ാമത്തെ അവകാശം എന്താ? സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള അവകാശങ്ങൾ 29ഉം 30ഉം ആണ്. 29ഉം 30ഉം ആണ് എന്ത്? സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള അവകാശങ്ങൾ. ഭരണഘടനാ പരിഹാരങ്ങൾക്കായിട്ടുള്ള അവകാശം അത് അനുച്ഛേദം 32 മുതൽ 35 വരെയാണ് കേട്ടോ. 32ലാണ് റിട്ടുകൾ വരുന്നത്, അത് ഞാൻ വേറെ എടുത്ത് പഠിപ്പിച്ചത്. അപ്പൊ 6 അവകാശങ്ങൾ, പ്രധാനമായിട്ടും 6 മൗലിക അവകാശങ്ങളാണ് നമുക്കുള്ളത്. ഏതൊക്കെ? സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ചൂഷണത്തിനെതിരെയുള്ള അവകാശം, മതസ്വാതന്ത്ര്യത്തിനെതിരെയുള്ള അവകാശം, സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള അവകാശങ്ങൾ, ഭരണഘടനാ പരിഹാരത്തിനായിട്ടുള്ള അവകാശം. ഓക്കെ, ഒന്നുകൂടി നോക്കാം. സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ചൂഷണങ്ങൾക്കെതിരെയുള്ള അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സാംസ്കാരിക വിദ്യാഭ്യാസ അവകാശങ്ങൾ, ഭരണഘടനാ പരിഹാരങ്ങൾക്കായിട്ടുള്ള അവകാശം. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയാണ് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു സ്കോർ സബ്ജക്ട് സീരീസിൽ പഠിപ്പിക്കുന്നത്. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കൊരു ക്വസ്റ്റ്യൻ പേപ്പർ വെക്കാം. ഓക്കെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം. നമ്മളിത് ഇപ്പൊ പഠിച്ച സാധനം ഏതാണ്? ലാഹോർ സമ്മേളനം. നിങ്ങൾക്ക് എങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ കൂടി ഒപ്പം തന്നെ ചെയ്യിപ്പിക്കുന്നതിന്റെ കാരണം എന്താണെന്നറിയാമോ? ഇതിന്റെ ഉപകാരം നിങ്ങൾക്ക് കിട്ടുമെന്ന് ഉറപ്പിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഇത് 2024 നടന്ന, ഈ അടുത്ത് നടന്നിട്ടുള്ള പരീക്ഷയാണ്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം ഏത്? ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ. ഇവിടുത്തെ കീവേഡ് ഏതാ? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, INC. ഗാന്ധിജി ഒറ്റയ്ക്ക് നടത്തിയതല്ല, അല്ലേ? അപ്പോ ആദ്യത്തെ ഏതാണ്? ആദ്യത്തേത് ഉപ്പ് സത്യാഗ്രഹം ഗാന്ധിജി കോൺഗ്രസ് കൂടി ചേർന്ന് തന്നെ നടത്തിയത്. പക്ഷെ ആദ്യത്തെ അല്ല. സിവിൽ നിയമലംഘനം അതും ആദ്യത്തെ അല്ല. നിസ്സഹകരണ പ്രസ്ഥാനം, നിസ്സഹകരണ സമരമാണ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യ ദേശീയ പ്രക്ഷോഭം. ഓക്കെ, ഫോർവേഡ് ബ്ലോക്ക് എന്ന പാർട്ടിക്ക് രൂപം നൽകിയതായ ഫോർവേഡ് ബ്ലോക്ക് നമ്മുടെ സ്വന്തം നേതാജി സുഭാഷ് ചന്ദ്രബോസ് ആണ്. ഓക്കെ, ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് പ്രദേശങ്ങളിൽ നിരവധി സമരങ്ങൾക്ക് നേതൃത്വം നൽകുകയും പിന്നീട് നിരാഷ്ട്രവാദം എന്താണെന്നറിയാമോ? പാകിസ്ഥാനെ വേർതിരിക്കുന്ന വാദത്തെയാണ് ദ്വിരാഷ്ട്രവാദം എന്ന് പറയുന്നത്. അതിനെ എതിർക്കുകയൊക്കെ ചെയ്ത നേതാവാണ് ഇദ്ദേഹം. അദ്ദേഹത്തിന് പരമോന്നത ബഹുമതിയായ ഭാരത രത്നയ്ക്ക് ലഭിക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ പേരാണ് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ കേട്ടോ. ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. ഈ ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ പഠാന്മാരുടെ നേതൃത്വത്തില് ഒരു സമിതിയൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇനി ചുവടെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലത്തെ ആരാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലത്തെ മിതവാദി നേതാക്കളിൽ ഉൾപ്പെടാത്തത്? മിതവാദികളിൽ ഉൾപ്പെടാത്ത ആരാന്ന് ചോദിച്ചിരിക്കുന്നത് നമ്മുടെ ബാലഗംഗാധര തിലക്. നിങ്ങൾ കേട്ടിട്ടില്ലേ? ലാൽ പാൽ ബാൽ. ലാൽ എന്ന് പറഞ്ഞ ലാലാ ലജ്പത് റായ്, പാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിപിൻ ചന്ദ്ര പാൽ, പിന്നെ ബാൽ എന്ന് പറഞ്ഞ ആരാണ്? ബാലഗംഗാധര തിലക്. ബാലഗംഗാധര തിലകൊക്കെ
ഒരു തീവ്രവാദിയായിരുന്നു. ഗോപാലകൃഷ്ണ ഗോഖലെ, WC ബാനർജി, ഫിറോസ് ഷാ മേത്ത ഇവരൊക്കെ ആരാണ്? മിതവാദികളാണ്. WC ബാനർജി ആയിരുന്നു കോൺഗ്രസിന്റെ ആദ്യത്തെ അധ്യക്ഷൻ. അദ്ദേഹമാണ് പറഞ്ഞത് ഇന്ത്യയിലത്തെ ഭരണം കുറച്ചും കൂടി പരിഷ്കൃതമാവണം, നമ്മളെ കൂടി ഒന്ന് ചേർക്കണം എന്നൊക്കെ ഉള്ള ഡയലോഗ് അടിച്ചത് WC ബാനർജിയാണ്. ഓക്കെ, സ്വത്തവകാശം മൗലിക അവകാശങ്ങളിൽ നിന്ന് എടുത്തു കളഞ്ഞ ഭരണഘടനാ ഭേദഗതി 44-ാം ഭേദഗതിയാണ്. ഓക്കെ, 44-ാം ഭേദഗതിയാണ് സ്വത്തവകാശം മൗലിക അവകാശങ്ങളിൽ നിന്നും എടുത്തു കളഞ്ഞ ഭരണഘടനാ ഭേദഗതി. കേട്ടോ, ഈ 42-ാം ഭേദഗതി ഒക്കെ നിങ്ങൾക്ക് 42 44 ഞാൻ നിങ്ങൾക്ക് ഷുവർ സർജിന്റെ ഭാഗമായിട്ട് 42 44 ഷുവർ സർജിന്റെ ഭാഗമായിട്ട് വേറെ കൊണ്ടുതരാം കേട്ടോ. പിന്നെ സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി ഏത്? ഏറ്റവും ഉയർന്ന കോടതി ഏത്? ഹൈക്കോടതിയാണ്. സംസ്ഥാനത്തിലെന്ന് പ്രത്യേകം ചോദിച്ചിട്ടുണ്ട് അല്ലെ. ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? നമ്മുടെ സ്വന്തം BR അംബേദ്കർ ആയിരുന്നു അല്ലെ. BR അംബേദ്കർ ആയിരുന്നു ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഏത്? നമ്മുടെ സ്വന്തം ഇന്ത്യ. ഓക്കെ, നമ്മുടെ വലിയൊരു ഭരണഘടനയാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ, ഭരണഘടനയുടെ ആമുഖത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള അടിസ്ഥാന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? സ്ഥിതി സമത്വം എന്നുണ്ട്, പരമാധികാരം എന്നുണ്ട്, സൊവേറിയൻ എന്നുണ്ട്, പിന്നെന്താണ് സോഷ്യലിസ്റ്റ് എന്നുണ്ട്, റിപ്പബ്ലിക് എന്നുണ്ട്, മൗലിക അവകാശങ്ങൾ എന്നില്ല. അപ്പൊ ഇവിടെ ആൻസർ ഏതാണ്? D ആണ്. കൈസർ ഇ ഹിന്ദ് പദവി ഗാന്ധിജി ബ്രിട്ടീഷ് ഗവൺമെന്റിന് തിരികെ നൽകാനിടയായ സംഭവം ഏത്? ഏതാണ് ആ സംഭവം? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയാണ്. ഈ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ തുടർന്ന് നമ്മുടെ ചേറ്റൂർ ശങ്കരൻ നായർ അവിടെ നിന്ന് അദ്ദേഹത്തിന്റെ വൈസ്രോയുടെ കൗൺസിലിൽ നിന്ന് രാജിവെക്കുന്നു. അതുപോലെ കൈസർ ഇ ഹിന്ദ് നമ്മുടെ എന്താണ് ഗാന്ധിജിയും അതുപോലെ തന്നെ സരോജിനി നായിഡുവും തിരിച്ചു കൊടുക്കുന്നു. നൈറ്റ്ഹുഡ് പദവി നമ്മുടെ രവീന്ദ്രനാഥ് ടാഗോർ തിരിച്ചു കൊടുക്കുന്നു. അങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, ഇനി ക്ഷേത്ര നിർമ്മാണമല്ല വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത്. പ്രധാന ദേവാലയം വിദ്യാലയം തന്നെയാവണമെന്ന് ആഹ്വാനം ചെയ്ത സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ആരാണ് ഇനി അമ്പലങ്ങൾക്ക് തീ കൊളുത്താം എന്ന് പറഞ്ഞത്? VT ഭട്ടതിരിപ്പാടാണ്. ഒരമ്പലം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസങ്ങൾ നശിക്കുമെന്ന് പറഞ്ഞത് C കേശവനാണ്. ഓക്കെ, ഇതൊന്നും തെറ്റിപ്പോവരുത്. ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേരെന്താണ്? ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് അയ്യപ്പൻ എന്നാണ്. അപ്പൊ ബാക്കിയുള്ളവർ ആരൊക്കെയാണ്? നാണു എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരുവായിരുന്നു. കുമാരഗുരുദേവൻ എന്ന് പറയുന്ന ആരാണ്? പൊയ്കയിൽ യോഹന്നാനാണ്. നരേന്ദ്രൻ ആരായിരിക്കും? നരേന്ദ്രൻ മിക്കവാറും നമ്മുടെ വിവേകാനന്ദനെ ആയിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. പഴശ്ശി കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സബ് കളക്ടർ ആരാണ്? തോമസ് ഹാർവേ ബേബർ ആണ് പഴശ്ശി കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സബ് കളക്ടർ. അദ്ദേഹം പഴശ്ശി രാജാവിനെ വളരെ ആചാരപൂർവ്വം തന്നെ എന്താണ് മരണശേഷം പരിഗണിക്കുകയൊക്കെ ഉണ്ടായി. ആ മൃതദേഹത്തിനെയൊക്കെ ബഹുമാനിച്ചുകൊണ്ടുള്ള ഒരു നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചതൊക്കെ. അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പുന്നപ്ര വയലാർ സമരം അഥവാ തുലാബദ്ധ സമരം. അമേരിക്കൻ മോഡൽ അറബിക്കടൽ എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പുന്നപ്ര വയലാർ സമരം. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആര്? അതിപ്പോ അങ്ങോട്ട് മാറിയുള്ളൂ അല്ലേ? ആരാണ്? SV ഭാട്ടിയാണ്. പക്ഷെ ഇതിന്റെ പ്രൊഫഷണൽ കീഴിൽ ആശിഷ് ജിതേന്ദ്ര ദേശായി എന്നൊക്കെ കിടക്കുന്നുണ്ട്. പക്ഷെ ഇതുവരെ എന്തായാലും മാറ്റും, കാരണം അത് തെറ്റാണ്. പുള്ളി മാറി SV ഭാട്ടി ആയിട്ടുണ്ട്. ഓക്കെ, കേരളത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ ജില്ല ഏത്? തൃശ്ശൂരാണ് കേട്ടോ. തൃശ്ശൂരാണ്. കറണ്ട് അഫയർ ആണ്. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ലയാണ് തൃശ്ശൂര്. ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാണ്? VP മേനോനാണ്. കേട്ടോ. താഴെ പറയുന്നവയിൽ ഫ്രാൻസിന്റെ അധിനിവേശ പ്രദേശം ഏതാണ്? ഫ്രാൻസിന്റെ ദാമൻ, ദിയു, ഗോവയൊക്കെ ആരുടേതാണ് കുട്ടികളെ? ആരുടേതാണ്? നമ്മുടെ പോർച്ചുഗീസുകാരുടേതാണ്. പോണ്ടിച്ചേരി, ഇപ്പൊ പുതുച്ചേരി എന്ന് അറിയപ്പെടുന്ന സ്ഥലം നമ്മുടെ ഫ്രഞ്ചുകാരുടെ അധിനിവേശ പ്രദേശമായിരുന്നു. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ മലയാളിയായ അംഗം ആരാണ്? സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ മലയാളിയായ അംഗം ആരാണ് മലയാളിയായിട്ടുള്ള അംഗമായിരുന്നത്?
PM പണിക്കറിന് ഇതുമായിട്ടൊന്നും ഒരു ബന്ധമില്ല കേട്ടോ. പാവം അയാള് ഗ്രന്ഥശാല പ്രസ്ഥാനമൊക്കെ ആയിട്ട് നടക്കുകയായിരുന്നു. KM പണിക്കരാണ്. ഓക്കെ, KM പണിക്കരാണ്. റൂർക്കേല ഇരുമ്പുരുക്ക് വ്യവസായശാലയ്ക്ക് സഹായം നൽകിയ രാജ്യമേത്? അമേരിക്കനെ കണ്ടപ്പോ തന്നെ വെട്ടിക്കോ, ഒരു സഹായവും ഇരുമ്പുരുക്കിന്റെ കാര്യത്തിലൊന്നും തന്നിട്ടില്ല. റൂർക്കേല ഇരുമ്പുരുക്ക് വ്യവസായശാലയ്ക്ക് സഹായം നൽകിയ രാജ്യം നമ്മുടെ ജർമ്മനിയാണ്. അപ്പോ ദുർഗാപൂരിന് ആരാണ് സഹായം നൽകിയത്? അത് നമ്മുടെ ബ്രിട്ടൻ ആയിരുന്നു കേട്ടോ. ബ്രിട്ടൻ ആണ് ദുർഗാപൂരിന് സഹായം നൽകിയത്. സോവിയറ്റ് യൂണിയൻ രണ്ടെണ്ണത്തിന് സഹായം നൽകിയിട്ടുണ്ട്, ഭിലായിക്കും പൊക്കാറോയ്ക്കും. ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിന്റെ ചൊവ്വ ദൗത്യത്തിന്റെ പേരെന്ത്? ചൊവ്വ ദൗത്യത്തിന്റെ പേര് ചന്ദ്രയാനാവോ, ആദിത്യയാവോ, ആര്യഭട്ടയാവോ? അല്ല, മംഗൾയാനാണ്. മംഗൾയാനാണ് ഇന്ത്യ ബഹിരാകാശ വകുപ്പിന്റെ ചൊവ്വ ദൗത്യത്തിന്റെ പേര് കേട്ടോ. 2024 G20 ഉച്ചകോടി നടക്കുന്ന രാജ്യം ഏത്? ഏതാണ് ആ രാജ്യം? 20D കാനഡയാണ് കേട്ടോ. 20D കാനഡയാണ്. 20D കാനഡയാണ് 2024 G20 ഉച്ചകോടി നടക്കുന്ന രാജ്യം. ഒരു ചെറിയ സംശയം ഉണ്ടായി, ഞാനൊന്ന് നോക്കട്ടെ. എത്രാം ദിവസം? 23 23 ബി ബ്രസീലാണ് കേട്ടോ. എന്നോട് ക്ഷമിക്കണേ, എനിക്ക് കാനഡയാണെന്നൊരു ചെറിയൊരു മനസ്സിൽ പോയി, അതുകൊണ്ടാണ്. തെറ്റിപ്പടിക്കല്ലേ, ഞാൻ അറിയാണ്ട് പറഞ്ഞു പോയതാണ്. വിയാക്കുൾപ്പ, ഇലേലു വല്ലു വെറുതെ വിടൂ. ബ്രസീലാണ് കേട്ടോ, ബ്രസീലാണ്. ഓക്കെ, ഇനി ചന്ദ്രയാൻ 3 ദൗത്യത്തിന്റെ റോവർ അറിയപ്പെടുന്നത് എന്ത്? റോവർ അറിയപ്പെടുന്നത് പ്രഗ്യാൻ എന്നാണ്. ലാൻഡർ ആണ് വിക്രം ലാൻഡറും പ്രഗ്യാൻ റോവറും. ഓക്കെ, ഹിമാലയ പർവ്വതനിരയെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. അടുത്തൊരു ഷുവർ സർജറി ഞാൻ വെച്ചിരിക്കുന്ന സാധനമാണ് ഹിമാലയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് കേട്ടോ. ഹിമാലയ പർവ്വതനിരകളിൽ ഏറ്റവും ഉയരം കൂടിയ നിര ഏത്? ഹിമാദ്രി. അപ്പോ നമുക്ക് എന്താണ് കണ്ടെത്തേണ്ടത്? ശരിയായതാണ് കണ്ടെത്തേണ്ടത്. ഹിമാലയ പർവ്വതനിരകളിൽ ഏറ്റവും ഉയരം കൂടിയ നിര ഹിമാദ്രി. അപ്പോ 1 എന്ന് പറയുന്നത് എല്ലാത്തിലും വേണം അല്ലെ? ഒന്നില്ലാത്ത ഏതെങ്കിലും ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതങ്ങനെ നമുക്ക് വെട്ടിക്കളയാം. 2, ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് എവറസ്റ്റ് ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്നത്? തെറ്റാണ്. അത് എവിടെയാ സ്ഥിതി ചെയ്യുന്നത്? നേപ്പാളിലാണ്. അപ്പൊ ഇത് പോയി നമ്മുടെ ആൻസർ 1, 3 ആണ്. എന്നാലും മൂന്നാമത്തെ നമുക്ക് നോക്കാം. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്ന ഹിമാലയ നദികൾ എന്നറിയപ്പെടുന്നു. കറക്റ്റ് ആണ്. ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നു, ഹിമാലയ നദികൾ എന്നറിയപ്പെടുന്നു. ഓക്കെ, അടുത്ത് നോക്കിയേ. ഇന്ത്യയുടെ അതിർത്തി രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. നോക്കിയേ, 7 രാജ്യങ്ങൾ ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്നു. ശരിയാണ് അല്ലെ? 7 രാജ്യങ്ങള് ഇന്ത്യയായിട്ട് അതിർത്തി പങ്കിടുന്നുണ്ട്, കര അതിർത്തി. ഓക്കെ, ബംഗ്ലാദേശുമായിട്ട് ഇന്ത്യ ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്നു. ശരിയാണ്. അഫ്ഗാനിസ്ഥാനുമായി ഇന്ത്യ ഏറ്റവും കുറഞ്ഞ ദൂരം പങ്കിടുന്നു. അതും ശരിയാണ്. എല്ലാം ശരിയാണ് എന്നതാണ് ആൻസർ. ഓക്കെ, എനിക്ക് ഇവരുടെ PSC കീ എന്താണെന്ന് അറിയാൻ ഒരു ആകാംക്ഷയുണ്ട്. അപ്പൊ അത് ഞാൻ ഒന്ന് നോക്കുകയാണെ. 26D. എല്ലാം ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഇന്ത്യയുടെ തീരപ്രദേശം സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. തെറ്റായത് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതൊക്കെ നമ്മൾ ആദ്യം തന്നെ ഒന്ന് ഇടാം. പടിഞ്ഞാറൻ തീരസമതലം അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയില്. പടിഞ്ഞാറൻ തീരസമതലത്തിൽ ഉൾപ്പെട്ടതാണ് കോറമാൻഡൽ തീരസമതലം. സുന്ദരവന പ്രദേശം മുതൽ കന്യാകുമാരി വരെ നീണ്ടു കിടക്കുന്നതാണ് കിഴക്കൻ തീരസമതലം. അപ്പൊ പടിഞ്ഞാറൻ തീരസമതലം എവിടെയാണ്? അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിലാണ്. അപ്പൊ അത് ശരിയാണ്. അപ്പൊ ഒന്നുള്ളതൊക്കെ നിങ്ങൾ കളഞ്ഞിട്ട് ഇത് കളഞ്ഞു. 2, പടിഞ്ഞാറൻ തീരസമതലത്തിൽ ഉൾപ്പെട്ടതാണ് കോറമാൻഡൽ തീരം. അത് തെറ്റാണ് എന്റെ കുട്ടികളെ. നമ്മുടെ ഇന്ത്യ, ഞാൻ എന്തിനെന്ന് വരച്ചു കാണിച്ചു തരാം. തീരപ്രദേശം മാത്രം. ഇത് ഗുജറാത്ത് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പോകണം. ഓക്കെ, അപ്പൊ ഈ ഗുജറാത്തിൽ ഇവിടെ ഇങ്ങനെ കച്ച് തീരം മുതൽ ഇങ്ങനെ ഇവിടെ വന്ന് കൊങ്കൺ തീരം, മലബാർ തീരമൊക്കെ വന്ന് ഇവിടെ എന്താണ്? അവിടെ കന്യാകുമാരി. ഇത് ഇവിടെ നിന്ന് സുന്ദരവന പ്രദേശത്ത് നിന്ന് ഇങ്ങനെ വരും. ഉത്കൽ സമതലം, അത് കഴിഞ്ഞിട്ട് കോറമാൻഡൽ തീരം ഇങ്ങനെ വരും. ഇവിടെയാണ് കോറമാൻഡൽ തീരം. കിഴക്ക് ഭാഗത്താണ് കോറമാൻഡൽ തീരസമതലം ഉള്ളത്. ഓക്കെ, കിഴക്ക് ഭാഗത്താണ്. അപ്പോ 2 ആണ് എന്ത്? തെറ്റായിട്ടുള്ളത്. ബി ആണ് നമ്മുടെ ആൻസർ കേട്ടോ. അടുത്ത നോക്കിയേ. ഇന്ത്യയുടെ ദേശീയ പ്രതീകങ്ങൾ സംബന്ധിച്ച് ശരിയായത് കണ്ടെത്തുക. ശരിയായത് അങ്ങനെ കാണുമ്പോ അപ്പൊ തന്നെ ഒരു ഇത് കേട്ടോ. ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഹോക്കി. ശരിയാണ്. ഒന്നെല്ലാത്തിലും വേണം. അപ്പൊ ഒന്നില്ലാത്തത് കളഞ്ഞു. ആന ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം. അതും ശരിയാണ്. 2 ഇല്ലാത്ത ഏതെങ്കിലും ഉണ്ടോ?
എന്നിട്ട് പോയി. ഇന്ത്യയുടെ ദേശീയ ഗീതം ജനഗണമന. ഇന്ത്യയുടെ ദേശീയ ഗാനമാണ് ജനഗണമന. അപ്പൊ ഇത് തെറ്റാണ്. എല്ലാം ശരിയാണെന്നുള്ളത് പോയി. എ ആണ് നമ്മുടെ ആൻസർ കേട്ടോ. ഇന്ത്യയിലെ നദീതീര പട്ടണങ്ങൾ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. സി, ഇത് ഞാൻ നിങ്ങൾക്ക് നമ്മുടെ ഷുവർ സർജിൽ ഒരെണ്ണമായിട്ട് കൊണ്ടുവരാം കേട്ടോ. നദീതീര പട്ടണങ്ങൾ. അപ്പോ ഇന്ത്യയിലെ നദീതീര പട്ടണങ്ങളുടെ കാര്യത്തിൽ അയോധ്യ നഗരം സരയൂ തീരത്ത് സ്ഥിതി ചെയ്യുന്നു. കറക്റ്റ് ആണ്. അയോധ്യ നഗരം സരയൂ തീരത്ത് സ്ഥിതി ചെയ്യുന്നു. അഹമ്മദാബാദ്, ഗാന്ധിനഗർ എന്നിവ സബർമതി തീരത്താണ്. അതും ശരിയാണ്. കൊൽക്കത്ത, ഹൗറ നഗരങ്ങൾ ഹൂഗ്ലി നദീതീരത്താണ്. അതും ശരിയാണ്. അപ്പൊ എല്ലാം ശരിയാണ് എന്നതാണ് നമ്മുടെ ആൻസർ. അടുത്ത് നോക്കിയേ, കേരളത്തെ സംബന്ധിച്ച അടിസ്ഥാന വിവരങ്ങളിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക. കേരളത്തിന്റെ തെക്ക് വടക്ക് നീളം 560 കിലോമീറ്റർ ആണ്. ഇത് ശരിയായിട്ടുള്ള ആൻസർ ആണ്. അപ്പൊ ഒന്ന് ഉള്ളത് ശരിയല്ലാത്തത് കണ്ടെത്താനല്ലേ പറഞ്ഞത്. അപ്പൊ ഒന്നുള്ളത് നമുക്ക് കളയാം, ഇത് കളയാം. ഇനി കേരളത്തിലെ ഏറ്റവും ഉയരമുള്ള സ്ഥലമാണ് അഗസ്ത്യകൂടം. അത് തെറ്റാണ്. ഏറ്റവും ഉയരമുള്ള സ്ഥലം ഏതാണ്? നമ്മുടെ ആനമുടി. ഓക്കെ. കേരളത്തിലെ ഏറ്റവും താഴ്ന്ന പ്രദേശമാണ് കുട്ടനാട്. കേരളത്തിലെ ഏറ്റവും താഴ്ന്ന പ്രദേശമാണ് കുട്ടനാട്. അത് ശരിയാണ്. അപ്പോ ആൻസർ വരുന്നത് 2 ബി മാത്രമാണ്. ഞാൻ പ്രൊവിഷണൽ ക്യൂ ഒന്ന് ചെക്ക് ചെയ്യട്ടെ കേട്ടോ, തെറ്റ് പഠിക്കാൻ പാടില്ലല്ലോ. 30 ബി. ഓക്കെ, ബി ആണ്. ഓക്കെ. അടുത്തത്, കേരളത്തെ നദികളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. നമ്മൾ ഇന്ന് ഷുവർ സർജി പറഞ്ഞ സാധനം ഫസ്റ്റത്തെ കേട്ടോ. ശരിയായത്. അപ്പൊ അത് ആദ്യം നമ്മൾ വട്ടമിട്ടു. കിഴക്കോട്ട് ഒഴുകുന്ന നദികളാണ് കബനി, ഭവാനി, പാമ്പാർ. ഓക്കെ. അപ്പൊ ഒന്ന് എന്തായാലും വേണം. ഒന്നില്ലാത്തൊക്കെ കളയാം. അയ്യോ, ഇത്ര എളുപ്പമായിരുന്നാ? 1, 3 മാത്രമാണ്. കേരളത്തിൽ നീളമുള്ള നദികളിൽ 2ാം സ്ഥാനം ഭാരതപ്പുഴയ്ക്കാണ്. 1ാം സ്ഥാനം പെരിയാറാണ്. പെരിങ്ങൽകുത്ത് ജലവൈദ്യുത പദ്ധതി പെരിയാർ നദി സ്ഥിതി ചെയ്യുന്നു. അത് തെറ്റാണ്. അത് നമ്മുടെ എന്റെ ഒരു ഉദ്ദേശം ശരിയാണെന്നുണ്ടെങ്കിൽ അത് ചാലക്കുടി പുഴയിലാണെന്ന് തോന്നുന്നു. അത് നിങ്ങളൊന്ന് കൺഫേം ചെയ്തേക്ക്, അത് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഈ ജലവൈദ്യുത പദ്ധതികളും നദികളും ഞാനൊരു ഷുവർ സർജിൽ ഒരു ടോപ്പിക് ആയിട്ട് കൊണ്ടുവരാവേ. അപ്പൊ ഇവിടെ ആൻസർ എ ആണ്. നമുക്കൊരു 35 ക്വസ്റ്റ്യൻ നോക്കിയിട്ട് നിർത്താം. ബാക്കിയുള്ളത് അടുത്തൊരു ക്ലാസ് നോക്കാം കേട്ടോ, കാരണം ഞാൻ കുറച്ച് തകർന്നു തുടങ്ങി. കേരളത്തിലെ കായലുകളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ കണ്ടെത്തുക. കായലുകൾ കേട്ടോ. ശാസ്താംകോട്ട കായൽ കൊല്ലം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ശരിയല്ലാത്തവയാണ് ചോദിക്കുന്നത്. അഷ്ടമുടി കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട്ട് കായലാണ്. അപ്പൊ 2 എന്തായാലും വേണം. 2 ഇല്ലാത്ത ഓപ്ഷൻ ഏതെങ്കിലും ഉണ്ടോ? 2 ഇല്ലാത്ത ഏതെങ്കിലും ഓപ്ഷൻ ഉണ്ടോ എന്ന് വെച്ചാൽ ഇല്ല. സമുദ്രനിരപ്പിൽ നിന്നും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പൂക്കോട്ട് കായൽ വയനാട്ടിൽ സ്ഥിതി ചെയ്യുന്നു. പൂക്കോട്ട് കായൽ വയനാട്ടിൽ സ്ഥിതി ചെയ്യുന്നു എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. ഞാൻ ഇതിന്റെ ആൻസർ ഒന്ന് നോക്കുകയാണെ. 32 ബി ആണ് ആൻസർ. 2 മാത്രം തെറ്റുള്ളൂ. ഈ പൂക്കോട്ട് കായൽ എന്ന് പറയുന്നത് വയനാട്ടിൽ സ്ഥിതി ചെയ്യുന്നു. സമുദ്രനിരപ്പിൽ നിന്ന് ഏറ്റവും ഉയരത്തിലാണ്. ശാസ്താംകോട്ട കായല് കൊല്ലം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നത് കറക്റ്റ് ആണ്. കേരളത്തിലെ ഏറ്റവും വലിയ കായല് അഷ്ടമുടി കായൽ എന്നുള്ളതാണ് തെറ്റ്. ഏറ്റവും വലിയ കായൽ വേമ്പനാട്ട് കായലാണ്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായത് കണ്ടെത്തുക. കൊല്ലത്തെ തമിഴ്നാടുമായിട്ട് ബന്ധിപ്പിക്കുന്ന ചുരമാണ് താമരശ്ശേരി ചുരം. അതെന്തായാലും തെറ്റാന്ന് എല്ലാവർക്കും അറിയാം. സിനിമ കണ്ടവർക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. ശരിയായത് കണ്ടെത്താൻ. അപ്പൊ ഒന്നുള്ളതൊക്കെ കളഞ്ഞു. അപ്പൊ തന്നെ ആൻസർ കിട്ടി. 2. വയനാട് ചുരം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ചുരം പാലക്കാട് ചുരം കേട്ടോ. 34. മത്സ്യബന്ധന തുറമുഖങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും ശരിയായ രീതിയിൽ കണ്ടെത്തുക. ഇതും ഞാൻ നിങ്ങൾക്ക് ഷുവർ സർജിൽ കൊണ്ടുതരാം, കാരണം സ്ഥിരം ചോദിക്കാറുണ്ട്. നീണ്ടകര തിരുവനന്തപുരം. അത് തെറ്റാണ്. നീണ്ടകര തിരുവനന്തപുരം അല്ല, കൊല്ലത്താണ്. അപ്പോ 1 ഉള്ളത് കളയാം. ആൻസർ കിട്ടിയല്ലോ. 2, 3 മാത്രമേ ഉള്ളൂ. അഴീക്കൽ കണ്ണൂര്. ഓക്കെ. പൊന്നാനി മലപ്പുറം. കായംകുളം എറണാകുളം ഇട്ടേക്കുന്നത് കായംകുളം ആലപ്പുഴയാണ്. 35. കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. കേരളത്തിലെ വൈദ്യുത ഉൽപാദനത്തിന്റെ പ്രധാന സ്രോതസ് ജലമാണ്. ശരിയായത് കണ്ടെത്താനാ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. കറക്റ്റ് ആണ്, ജലമാണ്. കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതിയാണ് പള്ളിവാസൽ. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയാണ് ഇടുക്കി. ഓക്കെ, ഇതെല്ലാം ശരിയാവാനാണ് ചാൻസ് ഉള്ളത്. 35 ക്വസ്റ്റ്യൻ ഡി. എല്ലാം ശരിയാണ് കേട്ടോ, എല്ലാം ശരിയാണ്.
അപ്പൊ ഇനി ബാക്കിയുള്ളത് അടുത്ത സീരീസിന്റെ ഒപ്പം ചെയ്യാം. അപ്പൊ കുറച്ചധികം നേരെ ക്ലാസ് കുറേ നീണ്ടു പോയി കാണും. ഓക്കെ അല്ലേ? അപ്പൊ 35 മുതലുള്ളത് അടുത്തൊരു ക്ലാസ്സിൽ ചെയ്യാം. അപ്പൊ ഞാൻ പറഞ്ഞ പ്രോമിസ് ചെയ്ത ഷുഗർ സർജറി സാധനങ്ങളെല്ലാം അടുത്ത ക്ലാസ്സിൽ കൊണ്ടുവരാം. വേഗം വേഗം കൊണ്ടുവരാം. ഇതൊരു 10-25 കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല വ്യത്യാസം വരും. ഞാനും ആദ്യമായിട്ടാണ് 10th ലെവലിൽ പഠിപ്പിക്കുന്നത്. അപ്പൊ അതിന്റെ കുറെ കുറവുകളൊക്കെ ഉണ്ടാവും. എല്ലാവരും ക്ഷമിക്കുക. ഡിഗ്രി ലെവലിൽ പഠിപ്പിച്ചിട്ടുള്ള ശീലമേ ഉള്ളൂ. ഇത് ഒരു തുടങ്ങിയത് എല്ലാവർക്കും ഉപകാരപ്പെടുന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ്. ആദ്യം ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഗോമതി എന്ന് മോക്ക് പേരിട്ടത് ആരാന്ന്. അത് എനിക്ക് ഉത്തരം കിട്ടണം. ഓക്കെ, അത് കമന്റ് ചെയ്യണം. അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക്സ് എ ലോട്ട്.